ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ആ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷകളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അപ്പോസ്തലന്മാരും യേശുവും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് അനേകർക്ക് മാനസാന്തരങ്ങൾ നൽകിക്കൊണ്ട് അനേക രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് മുമ്പോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഞാനിങ്ങനെ ശുശ്രൂഷകളൊക്കെ ചെയ്തു പോകുന്നുണ്ട്, എന്നെക്കുറിച്ച് ഈ ജനമെല്ലാം എന്താണ് പറയുന്നത്? ഉടനെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ചിലർ പറയുന്നുണ്ട് നീ ഏലിയ പ്രവാചകനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ അവർക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉത്തരം. കാരണം ഏലിയ പ്രവാചകനെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. ഇത് ബാലിനെ ആരാധിക്കുന്ന, അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം, ഇങ്ങനെ വിഗ്രഹാരാധന നടത്തുന്ന ഒരു സമൂഹത്തോട് ഏലിയ പ്രവാചകൻ ചങ്കൂറ്റത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഒരു ബലിപീഠം തീർക്കുക, ആ ബലിപീഠത്തിൽ ബലിവസ്തുക്കളെ വയ്ക്കുക, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ ബലിവസ്തുക്കളെ ദഹിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കാം. ഇനി അല്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. ഞാനിപ്പോൾ ഇവിടെ ബലിപീഠം തീർത്ത് അതിൽ ബലിവസ്തുക്കളെ വയ്ക്കും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി എൻ്റെ ബലിവസ്തുക്കളെ ദഹിപ്പിക്കുകയാണെങ്കിൽ ഇതാ എൻ്റെ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ബാലിനെ ആരാധിക്കുന്ന ജനത്തെ വെല്ലുവിളിച്ച ശക്തനായ ഒരു പ്രവാചകൻ, അതാണ് ഏലിയ. നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇതാ ബാലിനെ ആരാധിക്കുന്നവർ ബലിപീഠം തീർത്തു, ബലിവസ്തുക്കളെ വെച്ചു, ബാൽ ദേവ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ നമുക്കറിയാം, വെറും സങ്കല്പം മാത്രമായ, വെറും മിഥ്യാധാരണ മാത്രമായ ദൈവത്തിന് എങ്ങനെയാണ് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാനായിട്ട് സാധിക്കുക? ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏലിയ ബലിപീഠം തീർത്തു, അതിൽ ബലിവസ്തു വെച്ചു എന്ന് മാത്രമല്ല, അതിലേക്ക് വെള്ളം കോരി ഒഴിക്കുക കൂടി ചെയ്തു. അങ്ങനെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന ബലിപീഠവുമായി ആ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ നിലവിളിക്കുന്ന അങ്ങ് സത്യദൈവമാണെങ്കിൽ ഇപ്പോൾ ഈ ബലിവസ്തുക്കളിൽ മേൽ ഇറങ്ങി വന്ന് അങ്ങ് ഏക ദൈവമെന്ന്, സത്യദൈവമെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിയാലും. പ്രിയപ്പെട്ടവരെ, നനഞ്ഞു കുതിർന്നിരുന്ന ബലിപീഠത്തിന്മേൽ അഗ്നി ഇറങ്ങി ബലിവസ്തുക്കളെ സ്വീകരിച്ച് കർത്താവായ ദൈവം ഏക ദൈവമെന്ന് ലോകത്തിന് മുമ്പിൽ അടിവരയിട്ട് പ്രസ്താവിച്ചു. ആ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. അപ്പോൾ ജനം പറഞ്ഞു, ഇവൻ ഏലിയായാണ്, ഏലിയായേക്കാൾ ഒരുപക്ഷെ ശക്തനായ ഒരു പ്രവാചകനായിരിക്കാം. കുറച്ച് പേര് പറഞ്ഞു ഇവൻ യെരമ്യാ പ്രവാചകനാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു ഇവൻ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു പ്രവാചകനെന്ന് മാത്രം വിശ്വസിക്കുന്ന അനേകം മതങ്ങൾ ഇന്ന് ഉണ്ട്. യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്, നിശ്ചയമായും യേശു ഒരു പ്രവാചകനാണ്. പക്ഷേ അവിടുന്ന് ഒരു പ്രവാചകൻ മാത്രമല്ല,
യേശുക്രിസ്തുവിനെ ഒരു സോഷ്യൽ റിഫോർമറായി, ഒരു സാമൂഹിക പരിഷ്കർത്താവായി മാത്രം കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അനേകം വ്യക്തികളും സമൂഹങ്ങളും ഇന്നുണ്ട്. അവിടുന്ന് ഒരു സോഷ്യൽ റിഫോർമറാണ്, ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. പക്ഷേ അവിടുന്ന് അത് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ യേശു ക്രിസ്തു ഏക കർത്താവും ഏക ദൈവവും അവിടുന്ന് എൻ്റെ ഉടയവനും അധിപതിയുമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് ക്രിസ്തുവിന് സാധിക്കുക. ഇതാ ജനത്തിൻ്റെ അഭിപ്രായം എല്ലാം കേട്ടപ്പം യേശു അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഓക്കെ, ജനം എന്നെക്കുറിച്ച് ഇതൊക്കെയാണ് പറയുന്നത്, എന്നാൽ എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? 3-3.5 വർഷക്കാലം എൻ്റെ കൂടെ നടക്കുന്നവരാണ് നിങ്ങൾ. ഊണിലും ഉറക്കത്തിലും നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലെങ്കിൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ ചാടി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പത്രോസ് അപ്പോസ്തലനെ ഒന്ന് നോക്കി. കാരണം പത്രോസിന് എപ്പോഴും ഒരു എടുത്തുചാട്ടമുണ്ട്. നമുക്ക് പത്രോസിൻ്റെ ജീവിതം പരിശോധിക്കുമ്പം കാണാനായിട്ട് സാധിക്കും. എന്തു പറഞ്ഞാലും ചാടിക്കയറി ഉത്തരം പറയും. മുമ്പും പിമ്പും ആലോചിക്കുകയില്ല, നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുകയില്ല. ഇങ്ങനൊരു സ്വഭാവമാണ് പത്രോസിൻ്റേത്. യേശു ക്രിസ്തു പത്രോസിനെ ഒന്ന് നോക്കി. കാരണം പത്രോസ് ഈ എടുത്തുചാടി പറയുന്നതാണോ എന്ന് നമുക്കറിയാം. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം യേശുക്രിസ്തു തനിക്ക് ഉണ്ടാകാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പത്രോസിനോട് പറയുന്നുണ്ട്. അന്നേരം പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, ആരൊക്കെ നിന്നെ വിട്ടുപോയാലും ഈ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല കേട്ടോ. പത്രോസ് വളരെ ചാടി ആൻസർ പറയുകയാണ്, വളരെ പെട്ടെന്ന് ആൻസർ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ കണ്ടതാണ്, യേശുക്രിസ്തുവിനെ പിടിച്ച് വിചാരണയ്ക്ക് വേണ്ടി, പീഡാസഹനത്തിനു വേണ്ടി കൊണ്ടുപോകുമ്പോൾ പത്രോസ് ഇതാ ഒരു ദൂരം പിന്നിട്ടാണ് അവനെ അനുഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാനും ചില സ്ത്രീകളുടെ മുമ്പിൽ പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാടിക്കേറി ഉത്തരം പറയുന്ന ഒരാളാണ് പത്രോസ്. യേശു വിചാരിച്ചു പത്രോസ് അതുപോലെ ഒരു ഉത്തരമാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് യേശു പത്രോസിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. ഇതാ മാംസരക്തങ്ങളല്ല നിന്നെക്കൊണ്ട് ഇത് പറയിച്ചത്. അതായത് നീ എവിടെ നിന്നെങ്കിലും വായിച്ചതോ കേട്ടതോ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തതോ ഒന്നുമായ ഒരു കാര്യങ്ങളുമല്ല, നിൻ്റെ ബുദ്ധിയോ ശക്തിയോ അറിവോ ഒന്നുമല്ല നിന്നെക്കൊണ്ട് ഇത് പറയിച്ചത്. അങ്ങനെ ഒരു വ്യക്തിക്കും തൻ്റെ ബുദ്ധിശക്തി കൊണ്ടോ ഡോക്ടറേറ്റ് കൊണ്ടോ വായന കൊണ്ടോ ഒന്നും യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കാനോ പറയുവാനോ സാധിക്കില്ലെന്ന് അവിടുന്ന് പറയുന്നു. യേശു ക്രിസ്തു ഏകരക്ഷകൻ, ലോകരക്ഷകൻ, എൻ്റെ ദൈവം എന്ന് ഒരു വ്യക്തിക്ക് പ്രഖ്യാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ പറയാൻ സാധിക്കില്ലെന്ന് അവിടുന്ന് പറയുകയാണ്. ഇതുകൊണ്ടാണ് 1 കൊരിന്തോസ് 12:3 യേശുക്രിസ്തു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദൈവമെന്ന് പറയണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അവൻ്റെ വായന കൊണ്ടോ അവൻ്റെ അറിവ് കൊണ്ടോ ഒന്നും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് മുഖേനയാണ് സാധിക്കുക. അതോടൊപ്പം തന്നെ യേശു പത്രോസിനെ വിളിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഭാഗ്യമുള്ളവനായി തീരുന്നത്, അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ ഭാഗ്യവാനായി കണക്കാക്കുന്നത് യേശു ക്രിസ്തു ഏക ദൈവമെന്ന് വിശ്വസിക്കുമ്പോഴാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവിടുന്ന് പത്രോസിനോട് പറയുകയാണ്, നീ ഭാഗ്യവാൻ, പരിശുദ്ധാത്മാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇതാ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ,
സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഏക ദൈവം എന്നുള്ള വിശ്വാസത്തിൻ്റെ മേലാണ്. ഈ വിശ്വാസത്തിന്മേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മളിന്ന് ക്രൈസ്തവ സഭകളെ എല്ലാം നോക്കുമ്പം എല്ലാ സഭകളും മൂല്യച്യുതിയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എല്ലാ സഭകളും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭകളിലെല്ലാം വലിയ പ്രതിസന്ധികൾ നടക്കുന്നുണ്ട്. അനേകർ വിശ്വാസം ത്യജിച്ചു പോകുന്നൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സഭ തകർന്നു, അല്ലെങ്കിൽ സഭകൾ തകർന്നു. പ്രിയപ്പെട്ടവരെ, സഭ എപ്പോഴാണ് തകരുന്നത്? ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുമ്പോഴോ ദേവാലയങ്ങൾ നഷ്ടപ്പെടുമ്പോഴോ ഒന്നും സഭ തകരുന്നില്ല. കാരണം സഭ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ മെറ്റീരിയലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലോ അല്ല നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യൂറോപ്യൻ നാടുകളിലേക്ക് കടന്നു ചെന്നാൽ മതി. ഒരു കാലത്ത് അനേകം വിശുദ്ധർക്ക് ജന്മം നൽകിയ നാടാണ് യൂറോപ്പ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലങ്ങളെന്നറിയപ്പെട്ടിരുന്ന, അഭിമാനിച്ചിരുന്ന നാടാണ് യൂറോപ്പ്. നമുക്കറിയാം, യൂറോപ്പിലെ അനേക സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഞാൻ എൻ്റെ അനുഭവത്തിൽ അനേക സ്ഥലങ്ങൾ കടന്നു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ഇന്ന് കേരളത്തിൽ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള വലിയ പടുകൂറ്റൻ ദേവാലയങ്ങൾ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലുമുണ്ട്. യൂറോപ്പിലെ നഗരങ്ങളുടെ പ്രത്യേകത, അവർ ഒരു നഗരത്തോട് ചേർന്ന് ഒരു ചെറിയ നദി ഉണ്ടാകും. ആ നദിയുടെ അല്ലെങ്കിൽ ആ നഗരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തായിരിക്കും അവർ ദേവാലയങ്ങൾ സ്ഥാപിക്കുക. പടുകൂറ്റം ദേവാലയങ്ങൾ, മണിമാളികകൾ, ഉയരമുള്ള മണിമാളികകൾ. പ്രിയപ്പെട്ടവർ, ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും ഉയരത്തിലായി, അഗ്രത്തിലായി അവരെന്ത് ചെയ്യും? രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശ്, വിശുദ്ധ സ്ലീബ അവർ സ്ഥാപിക്കും. അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഈ നഗരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൻ്റെ മുകളിലുള്ള ഈ കുരിശായിരിക്കണം ആ നഗരത്തെ മുഴുവൻ കാത്ത് സംരക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പടുകൂറ്റൻ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയും വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസം നെഞ്ചിൽ പേറുന്ന അത്രയും ക്രിസ്ത്യാനികൾ ആ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്നാൽ ഇന്ന് ആ പടുകൂറ്റൻ ദേവാലയങ്ങൾ ശൂന്യമായി കിടക്കുകയാണ്. അനേക ദേവാലയങ്ങൾ വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ്. അനേക ദേവാലയങ്ങൾ മദ്യശാലകളായി മാറ്റിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് യൂറോപ്പിലെ പല സ്ഥലങ്ങളുടെയും അവസ്ഥയെന്ന് പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടു. സെക്കുലറിസം കടന്നു വന്ന് നവീന ആശയങ്ങളും തത്വശാസ്ത്രങ്ങളും മനുഷ്യൻ്റെ ബുദ്ധിയെ കീഴടക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ച്, യേശു ക്രിസ്തു ഏക ദൈവമെന്നുള്ള കൺസെപ്റ്റിന് മങ്ങലേൽപ്പിച്ച് ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, അവിടെ ദേവാലയങ്ങളുണ്ട്, പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം നെഞ്ചിൽ പേറുന്ന ഒരു ജനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല. ഭൗമികമായിട്ടുള്ള എന്തിലെങ്കിലും പണിയപ്പെട്ടതല്ല സഭ എന്ന് പറയുന്നത്. വസ്തുക്കളിലോ സ്ഥാപനങ്ങളിലോ ദേവാലയങ്ങളുടെ മേലല്ല സഭ പണിയപ്പെട്ടത്. സഭ പണിയപ്പെട്ടത് യേശു ക്രിസ്തു ഏക ദൈവമെന്നുള്ള വിശ്വാസത്തിന്മേലാണ്. ഈ വിശ്വാസത്തിന്മേലാണ് സഭ പണിയത്. അതുകൊണ്ട് സഭ തകരുക എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടോ ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടോ മറ്റ് എന്ത് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടാലോ സഭ ഈ ഭൂമിയിൽ തകരത്തില്ല. പ്രിയപ്പെട്ടവരെ, സഭ തകരുന്നത് ഒരേ ഒരു കാരണത്താൽ മാത്രമാണ്: യേശു ക്രിസ്തു എൻ്റെ ദൈവം, യേശു ക്രിസ്തു ലോകരക്ഷകൻ. ഈ വിശ്വാസം പേറുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നിന്ന്, അവൻ്റെ ചിന്തയിൽ നിന്ന്, അവൻ്റെ മനസ്സിൽ നിന്ന് എന്ന് ഈ വിശ്വാസം നഷ്ടപ്പെടുന്നോ അവിടെ സഭയുടെ അധപ്പതനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ സഭയുടെ അധപ്പതനം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, യേശു ക്രിസ്തു എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ക്രിസ്തുവിനിന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തു അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൻ്റെ സ്വന്തം ജനത്തിന് മുമ്പാകെ ഏതാനും ചില രോഗികളെ മാത്രമേ സുഖപ്പെടുത്താൻ അവിടത്തേക്ക് സാധിച്ചുള്ളൂ എന്ന് വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണ്? ആ സ്വന്തം ജനം, യേശുവിൻ്റെ സ്വന്തം നാട്ടുകാർ യേശു ക്രിസ്തുവിനെ ഒരു തച്ചൻ്റെ മകനായിട്ടാണ് കണ്ടത്. ഒരു ദൈവമായിട്ട് കാണാൻ അവർക്ക് പറ്റിയില്ല.
അതുകൊണ്ട് ആ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മരിച്ച് 3 ദിവസമായി കല്ലറയിൽ കിടന്ന ലാസറിനെ ഉയർപ്പിച്ചവനാണ് അവിടുന്ന്. 38 വർഷമായി ഇതാ കുളക്കരയിൽ, ബെത്സയിദ കുളക്കരയിൽ കിടന്ന തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനാണ് അവിടുന്ന്. അന്ധനെ സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ഇതാ നമ്മളുടെ ജീവിതത്തിൽ അനേക പൈശാചി ശക്തികളുടെ ബന്ധനത്തിൽപ്പെട്ടവരെ ഇതാ വചനത്തിലൂടെ അവിടുന്ന് സുഖപ്പെടുത്തിയത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സ്വന്തം ജനത്തിന് മുമ്പിൽ അവിടുത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയത് യേശു ക്രിസ്തു ദൈവമെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ മേലാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വിശ്വാസം നെഞ്ചിൽ പേറുന്ന ഒരു ജനസമൂഹം ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സഭ എന്നും പച്ചപ്പുള്ളവളായി നിലനിൽക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് യേശു ക്രിസ്തു എൻ്റെ ദൈവം, ഈ വിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ തമ്പുരാന് നമ്മുടെ ജീവിതത്തിലോ സമൂഹത്തിലോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓർക്കണം, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം. ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം. ഈ ദൈവത്തിന് നമ്മുടെ ശൂന്യതകളിൽ, നമ്മളുടെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടയുമ്പോഴും ചെങ്കടലിനെ 2ആയി പിളർത്തി വഴി തുറന്ന ദൈവത്തിന് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും തുറക്കുകയില്ലെന്ന് നാം പ്രതീക്ഷിച്ചിരിക്കുന്ന വാതിലുകളെ തുറക്കാനായിട്ട് അവിടുത്തേക്ക് സാധിക്കും. ഇത് വിശ്വസിക്കണം നമ്മൾ, അവിടുന്ന് ദൈവമാണെന്ന്. അതുകൊണ്ട് ഈ വിശ്വാസത്തിലാണ് എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 5 അപ്പം കൊണ്ട് 5000 പേരെ യേശു ക്രിസ്തു തൃപ്തിപ്പെടുത്തുന്ന ഒരു വചനഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. 5 അപ്പം ഒരു ബാലൻ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. യേശു ജനക്കൂട്ടത്തെ എല്ലാം കാണുകയാണ്. കാരണം വചനം കേട്ട് അവർ ഭക്ഷണത്തെക്കുറിച്ച് മറന്നുപോയി. അങ്ങനെ വചനത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിന് അവരോട് അനുകമ്പ തോന്നിയെന്നാണ്. കാരണം ഈ ജനം ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുകയും. അപ്പോസ്തലന്മാർ അമ്പരന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും വലിയ ജനത്തിന് ഭക്ഷണം കൊടുക്കുന്നത്? അവിടെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ദൂരെ പോകണം, അവിടെ അടുത്തൊന്നും കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ്റെ കയ്യിൽ, ഒരു കൊച്ചു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും കുറച്ച് മത്സ്യങ്ങളുമുണ്ട്. അവർ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. യേശു പറഞ്ഞു, മതി, അത് കൊണ്ടുവരിക. അങ്ങനെ ആ 5 അപ്പത്തെയും ആ 2 മീനിനെ അവിടുന്ന് എടുത്തു. എന്നിട്ട് യേശു അപ്പോസ്തലന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം വർദ്ധിപ്പിച്ചിട്ടില്ല. അവിടുന്ന് അപ്പോസ്തലന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജനത്തെ പന്തികളായി ഭക്ഷണത്തിനിരുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നും ചിന്തിക്കുന്നൊരു കാര്യം, ഇന്ന് ക്രിസ്തുവിൻ്റെ പുരോഹിതനായ എന്നോട് ഇതാ എൻ്റെ അധികാരി, ഒരു പ്രധാനാചാര്യൻ, എൻ്റെ പിതാവ് വന്നിട്ട് പറയുകയാണ്, അച്ഛൻ്റെ ഇടവകയിലെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യണം. എൻ്റെ ഇടവയിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. 5000 പേരുണ്ട്. 5000 പേർക്ക് കൊടുക്കാൻ കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ പിതാവിനോട് പറയുകയാണ്, ഇതാ ഈ കുറച്ച് ഭക്ഷണം 5000 പേർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് പ്രാർത്ഥിച്ച്, അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ ജനത്തിന് കൊടുക്കാം. അച്ഛൻ അവരെ പന്തികളായി ഭക്ഷണത്തിലിരുത്തുമെന്ന് എൻ്റെ മേലധികാരി, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുത്തുകയില്ല. കാരണം എന്താണ്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇതാ അപ്പോസ്തലന്മാർ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഈ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിലിരിക്കുകയാണ്. എന്നിട്ട് അപ്പോസ്തലന്മാരുടെ യേശു പറയുകയാണ്, നിങ്ങൾ പന്തികളായി ഭക്ഷണത്തിലിരുത്തുവിൻ. ഇതാ യേശു ക്രിസ്തുവിൻ്റെ വാക്കിൽ വിശ്വസിച്ച്, ആ വാക്കിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇതാ പന്തികളായി ഭക്ഷണത്തിനിരുത്തിയ അവരുടെ വിശ്വാസത്തിന്മേൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തു 5 അപ്പത്തെ 5000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തത്. അവരുടെ വിശ്വാസത്തിന്മേൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾക്ക് സഭയിലും സമൂഹത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ പലരും ചോദിക്കാറുണ്ട്, ആദിമ കാലഘട്ടത്തിലേതുപോലെ ക്രിസ്തുവിന് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ലേ? രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയോ എന്നൊക്കെ ചോദിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ ക്രിസ്തുവിനല്ല തെറ്റുപറ്റിയത്, നമുക്കാണ്. ആദിമകാലത്ത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിന് മുമ്പിൽ ചെയ്യാൻ ഇതാ ക്രിസ്തുവിന് സാധിച്ചത്.
ഇന്നും ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തു ഏക ദൈവമെന്ന വിശ്വാസം നെഞ്ചിലേറ്റുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ ക്രിസ്തുവിന് സാധിക്കും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി നമ്മുടെയൊക്കെ മുമ്പിൽ, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ള ഓരോ വ്യക്തികളാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളാണ് ഓരോ കൂദാശയിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, അനുസ്മരിക്കുകയും ആ കുരിശുമരണത്തിലൂടെയും സഹന മരണ ഉദ്ധാനങ്ങളിലൂടെ ലഭിച്ച കൃപയാണ് ഓരോ കൂദാശകളിലൂടെയും ഒഴുകിയിറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനേക്കാളും അവൻ്റെ വാക്കിനേക്കാളും നമ്മൾ വില കൽപ്പിക്കുന്നത് ഇന്ന് മറ്റുള്ളവർ പറയുന്ന വാക്കുകളാണ്. സമയം നോക്കുക, സ്ഥാനം നോക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ഭൂമിയിൽ എല്ലാം സൃഷ്ടിച്ചിട്ട് പറഞ്ഞത് എല്ലാം നല്ലതായി കണ്ടു എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ്. പലപ്പോഴും പുരോഹിതന്മാരെന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മളൊരു ഭവനം പണിത് കൂദാശ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പം ഒരു പുരോഹിതൻ, ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായ പുരോഹിതൻ പറയുന്ന വാക്കിനേക്കാൾ ഉപരി അന്യമതത്തിൽപ്പെട്ട മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഈ സമയം ശരിയല്ല, അല്ലെങ്കിൽ ഈ സമയത്തല്ല കൂദാശ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായ സമയം എപ്പോഴാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവൻ വചനം വായിക്കാതിരിക്കുമ്പോൾ, വിശുദ്ധ കുമ്പസാരം നടത്താതിരിക്കുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അവൻ തമ്പുരാൻ്റെ വചനം പാലിച്ച് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കാൻ നമ്മുടെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപകൾ പൊട്ടിയൊഴുകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കുറച്ച് സ്ഥലം ഒരു ദൈവ ശുശ്രൂഷകൾ തുടങ്ങാൻ വേണ്ടി ഒരു വ്യക്തി നമുക്ക് തരികയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്നു. അവിടെ കുറച്ച് ജലം ആവശ്യമുണ്ട്, കാരണം കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കുഴൽക്കിണർ കുഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഓൾറെഡി ഒരു സ്ഥലത്ത് സ്ഥാനം ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അഭിവിൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നമ്മളൊരു സ്ഥലത്ത് എന്ത് ചെയ്യുക, കിണർ കുഴിക്കുക. എന്നിട്ട് അഭിവിൻ്റെ പിതാവ് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ കിണർ കുഴിക്കേണ്ടത് ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്, ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും താഴത്ത് വേണം കിണർ കുഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇന്നപോലെ മുകളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെള്ളമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇത് പിതാവ് പറഞ്ഞു, താഴെ വേണം കിണർ കുഴിക്കാൻ. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്ന് 5-6 അച്ഛന്മാർ ചേർന്ന് ഒരു സ്ഥലത്ത് നിന്ന് വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ നാമത്തിലാണ് ഞങ്ങൾ ഈ പൗരോഹിത്യം സ്വീകരിച്ചത്. ഈ പൗരോഹിത്യവും കൂദാശകളും പരികർമ്മം ചെയ്യുന്ന ആളാണ് ഒരു പ്രധാനാചാര്യൻ, ഒരു പിതാവ്. ഞങ്ങളുടെ പിതാവ് ഈ സ്ഥലത്ത് ഞങ്ങളോട് കിണർ കുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഒരു കുറ്റി തറച്ചു. അതിനുശേഷം കുഴൽക്കിണർ കുത്താൻ വേണ്ടി വണ്ടി വന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനടുത്തുള്ള സമീപപ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ 8 സ്ഥലങ്ങളിൽ കുഴൽക്കിണർ കുത്താൻ വേണ്ടി ചെന്നു. പക്ഷേ അവിടെ ഒന്നും വെള്ളം കിട്ടിയില്ല. അങ്ങനെ കുഴൽക്കിണർ കുത്താൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഒരു 30-38 അടി കഴിഞ്ഞപ്പോൾ മണ്ണ് കഴിഞ്ഞു. അന്നേരം പൈപ്പിട്ടു. അതിനുശേഷം പാറ തുറക്കുകയാണ്. പാറ തുറന്ന് ഒരു 140 അടിയൊക്കെ കഴിഞ്ഞപ്പോഴും വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ടെൻഷനായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു അച്ഛൻ പറഞ്ഞു, നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം തന്നില്ലെങ്കിൽ ആർക്കാണ് നാണക്കേട്? കർത്താവിനാണ് നാണക്കേട്. പ്രിയപ്പെട്ടവരെ, 150 അടി കഴിഞ്ഞപ്പോൾ സമൃദ്ധമായി ജലം വരാൻ തുടങ്ങി. അങ്ങനെ 246 അടി വരെ താഴ്ത്തി ഇഷ്ടംമാതിരി വെള്ളം, ആ സ്ഥലം മുഴുവൻ കൃഷി ചെയ്യാനുള്ള വെള്ളം നമുക്കവിടെ നിന്ന് കർത്താവ് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമ്പം ഇതാ നമ്മുടെ ജീവിതത്തിൽ തുറക്കാത്ത വാതിലുകൾ തുറക്കാനും, നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ അധ്യായങ്ങളെ പുനരുദ്ധരിക്കാനും
നമ്മുടെ കർത്താവിന് സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യ ഹൃദയങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ തഴച്ചു വളർന്നാൽ ഇന്നും ആദിമ സമൂഹത്തിലെ പോലെ ക്രിസ്തുവിന് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന ഓരോ വ്യക്തികളും നമുക്ക് തലവണങ്ങി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ ദൈവമെന്ന്, അവിടുന്ന് ഞങ്ങളുടെ അധിപതിയും കർത്താവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമം ബലിഷ്ഠമായൊരു ഗോപുരം പോലെയാണെന്ന് വചനം പറയുന്നുണ്ടല്ലോ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ലോകം മുഴുവനും പ്രകടമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയത് എല്ലാ വിശുദ്ധന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേകമായി മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.